ഹലോ, വെൽക്കം ബാക്ക് ടു യാത്രാസ് കിച്ചൺ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇന്നേ ഇത്തിരി വലിയ കുർക്കുറയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ നോക്കിയാലോ. അതിനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നതുണ്ടല്ലോ, 1 കപ്പ് അരിപ്പൊടി, 2 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി, പിന്നെ 1/4 കപ്പ് ബേസൻ പൗഡർ, ഇത്തിരി ബേക്കിംഗ് സോഡ, പിന്നെ കുറച്ച് ഉപ്പ് കേട്ടോ. പിന്നെ ഇതിലേക്കുണ്ടല്ലോ 2 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ടുണ്ടല്ലോ ഒരു വിസ്ക് എടുത്തിട്ടോ അല്ലെങ്കിൽ നല്ലൊരു സ്പൂണോ എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ട് നുടച്ചു കൊടുക്കണം. നല്ല പേസ്റ്റ് പോലെ കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ട് നുടച്ചു കൊടുത്തോളുക. നമ്മുടെ കുർക്കുറയ്ക്ക് പ്രത്യേകിച്ച് കളറുകളൊന്നും ചേർക്കേണ്ടാത്തത് കൊണ്ട് പ്രത്യേകിച്ച് ഫുഡ് കളറോ അല്ലെങ്കിൽ ഇത്തിരി മഞ്ഞപ്പൊടിയോ ഒന്നും ചേർക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇതാ ഈ പരുവത്തിൽ നമ്മുടെ ബാറ്റർ ഒന്ന് റെഡിയാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു കടായി സ്റ്റൗവിലേക്ക് വെച്ചോളുക. ഇപ്പോൾ കത്തിക്കണം എന്നില്ല, ബാറ്റർ ഒഴിച്ചു കൊടുത്തിട്ട് കത്തിച്ചാലും മതിയാവും. അപ്പോൾ ഇതാ അതൊരു ലോ ഫ്ലെയിമിൽ, നമ്മൾ തുടക്കം മുതൽ ഒടുക്കം വരെ ലോ ഫ്ലെയിമിൽ ഇടാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ ലോ ഫ്ലെയിമിലിട്ട് നമ്മുടെ മാവൊന്ന് കുറുക്കി എടുത്തുകൊണ്ട് വരുന്നുണ്ട്. അപ്പം കാണുന്ന പോലെ അത്ര എളുപ്പമല്ല, ഇത്തിരി ക്ഷമ വേണം കേട്ടോ. അങ്ങനെ ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം ഇതിൻ്റെ വെള്ളത്തിൻ്റെ അനുസരിച്ച് കുറുകി വരണമെങ്കിൽ ഇത്തിരി സമയം എടുക്കുവേ. അപ്പോൾ ഏകദേശം ഈ ഒരു പരുവമായി കഴിയുമ്പോൾ നമുക്ക് കുറച്ച് ബട്ടർ കൂടി ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി ബട്ടർ ഇഷ്ടമില്ലാത്തവർക്കാണെങ്കിൽ ഇത്തിരി എണ്ണയാണെങ്കിലും ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ അതും കൂടി ഒന്ന് മെൽറ്റായി ഏകദേശം ഈ ഒരു പരുവത്തിലാക്കി വരുമ്പോഴത്തേക്കും ഇത്തിരി പറഞ്ഞു വരുന്ന ഒരു സമയമാകുമ്പോഴത്തേക്കും നമുക്കൊരു 5 മിനിറ്റ് അടച്ച് വേവിക്കാം കേട്ടോ. അപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോൾ നമ്മുടെ ബാറ്റർ നന്നായിട്ട് കുറുകിയിട്ട് ഇപ്പോൾ ദാ അതൊരു പറഞ്ഞ് വരുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിനെ ഒന്ന് തണുപ്പിച്ചെടുക്കണം. അതിനായിട്ട് ഈ ഒരു പാത്രത്തിൽ തന്നെ വെച്ചാലും മതിയാവും. അതല്ല എന്നുണ്ടെങ്കിൽ വേറൊരു പാത്രത്തിലേക്ക് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം കേട്ടോ. ഞാനിവിടെ വേറൊരു പാത്രത്തിലേക്കാക്കി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ. നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം, നല്ല സോഫ്റ്റ് പരുവത്തിൽ. അപ്പം നമ്മുടെ കയ്യിൽ ഇത് ഒട്ടിപ്പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഇത്തിരി എണ്ണയോ അല്ലെങ്കിൽ ബട്ടറോ എന്തെങ്കിലും ഒന്ന് തൂവി കൊടുക്കാം. നമ്മുടെ കയ്യിലൊന്ന് എന്താ പറയുക തടവി കൊടുക്കാവുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ ഒന്ന് കുഴച്ച് നല്ല സോഫ്റ്റ് ആക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത്തിരി കയ്യിലോട്ട് എണ്ണ തൂത്തിട്ടുണ്ടല്ലോ. ഒരു കുഞ്ഞു പീസ് എടുത്തിട്ട്, കുഞ്ഞു പീസ് അതാ വലിപ്പം അവനവൻ്റെ ഇഷ്ടത്തിനനുസരിച്ചാണ്. ഞാനിവിടെ ഒരു പ്രാവശ്യം ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ കുഞ്ഞായി പോയെന്നും പറഞ്ഞുകൊണ്ട് എന്നോട് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇത്രയും വലിപ്പത്തിന് എടുത്തു കേട്ടോ. ഇത്രയും വലിപ്പമൊന്നും നമ്മുടെ എന്താ പറയുക കുർക്കുറയ്ക്കില്ല കേട്ടോ. ഞാനിത് അങ്ങനെ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ കുറേ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഏകദേശം ഒരു സെറ്റ് ഇടാറാക്കി വന്നിട്ടുണ്ട് കേട്ടോ. ആദ്യത്തെ സെറ്റ് ഏകദേശം, പക്ഷേ ഇത് മുഴുവനായിട്ട് ഇടാൻ പറ്റത്തില്ല. ഞാനൊരു ചെറിയ കടായി എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് കുറേ ആയിട്ട് അതിൻ്റെ അകത്തോട്ട് ഓരോന്നായിട്ടങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഈ പറഞ്ഞ പോലെ തന്നെ ലോ ഫ്ലെയിമിൽ ഇട്ട് വേവിക്കാമെന്നുള്ളത് ഒത്തിരി സമയം എടുക്കും കേട്ടോ. എണ്ണയൊന്നും ഒരുപാട് കുടിക്കത്തില്ല, പക്ഷേ ഇത്തിരി സമയം എടുക്കും വെന്ത് വരാനായിട്ട്. ഇപ്പോൾ കണ്ടോ നമ്മുടെ ഏകദേശം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. അതിനെ ഒന്ന് പകുത്ത് മാറ്റി വെച്ചോളുക. അതുപോലെ തന്നെ രണ്ടാമത്തതും ഇട്ട് കൊടുത്ത് ഇടയ്ക്ക് ഒന്ന് തട്ടി അങ്ങോട്ടും കരിഞ്ഞു പിടിക്കാതെയൊക്കെ ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ടൊന്ന് വെന്ത് അതിൻ്റെ ഉള്ളു നന്നായിട്ട് വെന്ത് വരണമല്ലോ, മുരിഞ്ഞ് വരണമല്ലോ അങ്ങനെ. അപ്പോൾ അതിനുള്ള മസാലയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ മുളക് പൊടി, ഗരം മസാല, ചാറ്റ് മസാല, പിന്നെ ഇത്തിരി ഷുഗർ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടിട്ടുണ്ട്. പിന്നെ പോയിട്ട് ഇത്തിരി ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ നമുക്ക് ഡ്രൈ മാംഗോ പൗഡറോടെ ഇട്ട് കൊടുക്കാം. വേണമെങ്കിൽ മതി, നിർബന്ധമൊന്നുമില്ല. അതുപോലെ മുളക് പൊടിയാണെങ്കിലും നമുക്ക് ഇത്തിരി കൂടുതൽ വേണമെങ്കിൽ ഇട്ട് കൊടുക്കണമെങ്കിൽ കൊടുക്കാം. ഞാൻ ഈ പിള്ളേർ കഴിക്കേണ്ടതായതുകൊണ്ട്, കുഞ്ഞുങ്ങൾ കഴിക്കുന്നതായതുകൊണ്ട് ഞാൻ ഒത്തിരി ഇട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ ദാ ആ മസാലയും കൂടെ ചെറിയ ചൂടോട് കൂടി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ നമ്മുടെ ഇത്തിരി വലിയ കുർക്കുറ ഇവിടെ റെഡിയായിട്ടുണ്ട് കേട്ടോ. ഞാനത് ആ പരുവത്തിൽ അങ്ങ് പറഞ്ഞു എന്നേ ഉള്ളൂ, വേറെ ഒന്നും ഉണ്ടായിട്ടല്ല. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യാനായിട്ട് മറക്കല്ലേ. അപ്പം ഇനിയൊരു വേറെ റെസിപ്പി ആയിട്ട് കാണാം. ടാറ്റാ.